അന്തരിച്ച ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിന്റെ സംസ്കാരം തിരുവനന്തപുരത്ത് ശാന്തി കവാടത്തിൽ നടന്നു. പാർട്ടി ഓഫീസിലെയും വീട്ടിലെയും പൊതുദർശനത്തിന് ശേഷമാണ് ശാന്തി കവാടത്തിലേക്ക് ഭൗതികദേഹം കൊണ്ടുവന്നത്. ചടങ്ങുകൾ പൂർത്തിയായി. അതേസമയം തിരുമല അനിലിന്റെ മരണത്തിലെ സത്യാവസ്ഥ പുറത്തുവരാൻ ബി.ജെ.പി. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് വി രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അന്തരിച്ച ബി.ജെ.പി. കൗൺസിലറും തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ തിരുമല അനിലിന്റെ സംസ്കാരം തലസ്ഥാനത്ത് നടന്നു. തൈക്കാട് ശാന്തി കവാടത്തിൽ ഉച്ചയോടെയായിരുന്നു സംസ്കാരം നടന്നത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ബി.ജെ.പി. ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ സംസ്കാരത്തിൽ പങ്കെടുത്തു. രാവിലെ ബി.ജെ.പി. ജില്ലാ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരും സുഹൃത്തുക്കളും അന്ത്യോപചാരം അർപ്പിച്ചു. തിരുമല അനിലിന്റെ പെട്ടെന്നുള്ള വിയോഗത്തെ താങ്ങാൻ ആർക്കും ആയിട്ടില്ല. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഒ രാജഗോപാൽ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ, പാലോട് രവി എന്നിവരും അന്ത്യോപചാരം അർപ്പിച്ചു. ശേഷം തിരുമലയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഓഫീസിലെത്തിച്ച ഭൗതികദേഹത്തിലും നൂറുകണക്കിന് പ്രവർത്തകരും നാട്ടുകാരും അന്ത്യോപചാരം അർപ്പിച്ചു. അതേസമയം തിരുമല അനിലിന്റെ മരണത്തിലെ സത്യാവസ്ഥ പുറത്തുവരാൻ ബി.ജെ.പി. നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് വി രാജേഷ് പ്രതികരിച്ചു. ശക്തമായ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ ശക്തമായി ഇതിനെ നേരിടും. CPM-നെതിരായി കോർപ്പറേഷനിലെ അഴിമതികൾ ഉന്നയിച്ച ഒരു കൗൺസിലറെ അദ്ദേഹത്തെ കേസിൽപ്പെടുത്തി കൊടുക്കും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കും എന്ന പ്രതികാര ബുദ്ധിയോടെ അദ്ദേഹത്തെ സമരരംഗത്ത് നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ വലിയൊരു ഗൂഢാലോചനയും നടത്തിയിട്ടുണ്ട് CPM. ശക്തമായ ഒരു മറുപടി പറയേണ്ടി വരും. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ ഇതിനെ നേരിടും. നൂറുകണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം നടന്നത്. ജനം, തിരുവനന്തപുരം.